എടി സുന്ദരി, എടി സുന്ദരി. സുന്ദരി, എടി സുന്ദരി. അതില്ലേ അച്ഛനും അമ്മയാ സുന്ദരി എന്ന് വിളിക്കുന്നത്. അയ്യേടി അതുപോലും നിനക്കറിയില്ലേ? അച്ഛൻ സ്നേഹത്തോടെ അമ്മയെ സുന്ദരി എന്ന് വിളിക്കുന്നതാ. ഒന്ന് ചുമ്മാ ഇരിയടി. അച്ഛനമ്മ സുന്ദരിയായിരിക്കും. മക്കളെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അത് പോട്ടെ, നിങ്ങളുടെ അമ്മ എവിടെ? അമ്മേ, അമ്മ, അച്ഛൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? അമ്മ എവിടെ? ഞാനല്ലേ ഇവിടെ നിന്നിട്ടുള്ളത്. നീ എന്താ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പോകുന്നത്? ഇവിടെ നോക്കടി, ഇവിടെ നോക്കാമേ. അമ്മ അല്ലേ ഇവിടെ നിന്നിട്ടുള്ളത്? അതെടി, ഇത് ഞാൻ തന്നെയാ, നിങ്ങളുടെ അമ്മ. എന്റെ ഭംഗിയും സ്റ്റൈലും കണ്ടിട്ട് എന്റെ മക്കള് തന്നെ ബോധം കെട്ട് വീണു. അപ്പൊ മറ്റുള്ളവരുടെ കാര്യം പറയണം. ഈ സ്റ്റൈൽ കണ്ടാൽ അവ എന്തായാലും ബോധം കെട്ട് വീഴുകയായിട്ട് ചെയ്യും. എന്റെ പൊന്നും മക്കളെ നോക്ക്, എന്റെ സ്റ്റൈലും എന്റെ ഭംഗിയും കണ്ടിട്ട് എന്റെ ഭർത്താവ് തന്നെ താഴെ വീണിട്ടുണ്ട്. നോക്കി, അദ്ദേഹം എന്റെ ഭംഗിയിൽ ആസ്വദിച്ചും മതി മറന്നിരിക്കുകയാണെന്നാ തോന്നുന്നത്. അമ്മയുടെ ഭംഗി കണ്ടിട്ട് അച്ഛൻ ബോധം കെട്ട് വീണുന്നോ? നോക്കി, ആ മുഖം ഒന്ന് നോക്കി അമ്മേ. അച്ഛനെ പേടിച്ചിട്ട് വീണതാണോ തോന്നുന്നത്? അച്ഛ പതുക്കെ പതുക്കെ, അച്ഛ പതുക്കെ എണീക്കെ. അയ്യോ, എന്റെ നടുവൊക്കെ ഒടിഞ്ഞു. ഞാൻ എങ്ങനെയുണ്ടടി? കാണാൻ എന്താ എന്നെ സിൻഡ്രല്ലേ പോലെ ഉണ്ടോ? സിൻഡ്രല്ലേ പോലെയോ? പാടത്തോട്ടിനെ കോലം കെട്ടിയത് പോലെ ഉണ്ടമ്മ. ഇത് കൊതുകിനെ കൊല്ലുന്ന ബാറ്റ്. ഒന്ന് പോയിടി മോളെ, ഇതല്ലേ മുഖം നോക്കുന്ന കണ്ണാടി. മാണ്ടിപ്പന്നെ, നീ എന്തൊരു മാണ്ടിയാടി? ഇത് നായച്ചങ്ങലൊന്നുമല്ല, ഇതാണ് ഹാൻഡ് ബാഗ്. എടി മാണ്ടി പേണേ, ഇത് കളറൊന്നും അല്ലടി, ഇതാണ് മേക്കപ്പ് സാധനങ്ങൾ, അമ്മയുടെ മേക്കപ്പ് സാധനങ്ങൾ. എടി, എന്നെ കാണുമ്പോ നിനക്ക് വയസ്സായതുപോലെ തോന്നുന്നു. ഞാനിപ്പോഴും യങ്ങല്ലേ? എടി മതിയടി ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. വേഗം പോയിട്ട് പെട്ടിയും ബാഗും ഒക്കെ എടുത്തോണ്ട് വന്ന് നമുക്ക് നാട്ടിലോട്ട് പോവാനുള്ള സമയമായി. ശരി ചേട്ടാ, ഞാനിപ്പം വരാവേ. അച്ഛാ, നമ്മൾ എന്തിനാ അച്ഛാ ഇപ്പൊ നാട്ടിലോട്ട് പോകുന്നത്? അവിടെ വിശേഷം വല്ലതുണ്ടോ? ഏയ്, വിശേഷിച്ചൊന്നുമില്ല മക്കളെ. എന്നാലും വെറുതെ നാടൊക്കെ പോയിട്ട് കണ്ടുവരാം. ഇപ്പൊ സ്കൂളൊക്കെ ലീവല്ലേ.